യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഒക്കെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിലെ കെമിസ്ട്രിയിലെ 2 ചാപ്റ്റർ ആണ്, 20 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററിന് 10 മാർക്കിന്റെ വെയിറ്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിൽ തന്നെ ഒരു 8 മാർക്കോളം വരുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാം. അപ്പൊ ഒരൊറ്റ വീഡിയോ കൊണ്ട് 8 മാർക്കോളം നിങ്ങളെ സെറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പൊ ദാ പിടിച്ചോ മക്കളെ, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് among the following is a chemical change? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു രാസമാറ്റം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ കെമിക്കൽ ചേഞ്ച് അഥവാ രാസമാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പെർമനന്റ് ചേഞ്ച് ആയിരിക്കണം അല്ലെ, അതൊരു സ്ഥിരമാറ്റമായിരിക്കണം. അവിടെ പുതിയ മോളിക്യൂൾസ്, ന്യൂ മോളിക്യൂൾസ്, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നമ്മുടെ കെമിക്കൽ ചേഞ്ച്? വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ ആണോ? അല്ല, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ. എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടുന്നു. ആലോചിച്ച് നോക്കിക്കേ, പടക്കം പൊട്ടിക്കഴിയുമ്പോ അവര് കരിയായിട്ട് മാറും അല്ലേ. അപ്പൊ പിന്നെ അതെന്താണ്, അവര് പുതിയൊരാളായിട്ട് മാറിയില്ലേ. സോ ഇത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. മെഴുകുരുകുന്നു, വിറക് വിട്ടുന്നു, അതൊക്കെ ഫിസിക്കൽ ചേഞ്ച് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്? താപമോചന രാസപ്രവർത്തനങ്ങളും താപാകിരണ രാസപ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മിസ്സിന്റെ കുഞ്ഞുങ്ങള്. എന്തൊക്കെ വ്യത്യാസങ്ങൾ പറയാം? പ്രധാനമായിട്ടും ഒറ്റ വ്യത്യാസമുള്ളൂ അല്ലെ. ഈ എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് എനർജിയെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് അല്ലെ. ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ് എന്ന് പറയാം. താപോർജത്തെ പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ താപമോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞെന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ശരിയല്ലേ. എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, താപോർജത്തെ ആഗിരണം ചെയ്യുന്നു. അപ്പൊ എല്ലാ റിയാക്ഷൻസ് നടക്കുമ്പോഴും ഓൾമോസ്റ്റ് ഈ തെർമോകെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ താപരാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അവിടെ ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യപ്പെടും. ഒന്നെങ്കിൽ താപോർജത്തെ പുറത്തേക്ക് വിടാം, അല്ലെങ്കിൽ താപോർജത്തെ ആഗിരണം ചെയ്യാം. ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെട്ടാൽ അത് എക്സോതെർമിക്, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താൽ അത് എൻഡോതെർമിക്. താപോർജത്തെ പുറത്തേക്ക് വിട്ടാൽ താപമോചകമെന്നും താപോർജത്തെ ആഗിരണം ചെയ്താൽ താപാകിരണ പ്രവർത്തനമെന്നും പറയുവാൻ സാധിക്കും. സെറ്റല്ലേ? റെഡിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. എക്സോതെർമിക് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെ. ക്യുക്ലൈമിനെ വെള്ളത്തിലിടുന്ന റിയാക്ഷൻസ്. ഇനി എൻഡോതെർമിക്കിന് ഏതാ എക്സാമ്പിൾ ഉള്ളത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് അതൊക്കെ കറക്റ്റ് എക്സാമ്പിളോട് കൂടിയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വൈദ്യുത ലേപനം എന്നാൽ എന്ത്? എന്താ മക്കളെ വൈദ്യുത ലേപനം എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റലിന്റെ മേലെ മറ്റൊരു മെറ്റലിന്റെ തിൻ കോട്ടിംഗ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ യൂസ് ടു ഇലക്ട്രോപ്ലേറ്റ് കോപ്പർ ഓൺ അയൺ ബാങ്കിൾ? ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏത് ലായനിയാണ് നമ്മൾ ഉപയോഗിക്കുക? അപ്പൊ ഓർത്തിരിക്കുക, നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഏത് മെറ്റലാണോ എടുക്കുന്നത് ആ മെറ്റലിന്റെ സൊല്യൂഷൻ എടുക്കണം. ഇപ്പൊ ഇവിടെ ഇരുമ്പ് വളയുടെ മേലെ കോപ്പർ ആണ് നമുക്ക് പൂശേണ്ടത് അല്ലെ. നമുക്ക് അയൺ ബാങ്കിളിന്റെ മേലെ കോപ്പർ പ്ലേറ്റ് ചെയ്യണം. അപ്പൊ കോപ്പർ കൊണ്ടാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത്. സോ കോപ്പറിന്റെ പ്രസൻസ് ഉള്ള സൊല്യൂഷൻ അത് ഏത് സൊല്യൂഷനാ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ. ഏതാണ്? കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കണം. അപ്പോ നമ്മൾ ഇവിടെ എടുക്കുന്ന ലോഹത്തെ അനുസരിച്ച് സൊല്യൂഷനും മാറാറുണ്ട്. ഇപ്പൊ സിൽവർ കൊണ്ടാണ് പ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ സിൽവർ നൈട്രേറ്റിന്റെയും സോഡിയം സയനൈഡിന്റെയും മിക്സ്ചർ എടുക്കാം. ഗോൾഡ് കൊണ്ടാണെങ്കിൽ ഗോൾഡ് സയനൈഡിന്റെ മിക്സ്ചർ എടുക്കാം അല്ലെ. അങ്ങനെ നമ്മൾ എടുക്കുന്ന ലോഹം അനുസരിച്ച് അവിടുത്തെ സൊല്യൂഷനും മാറാറുണ്ട്. ഇതേ ടോപ്പിക്കിൽ നിന്ന് അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കണം, സൊല്യൂഷൻസിന്റെ പേര് പഠിക്കണം, പിന്നെ ഇത് വരയ്ക്കാൻ കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് കോപ്പർ പ്ലേറ്റിംഗ് ഓൺ അയൺ ബാങ്കിൾ അതിന്റെ ചിത്രം ഒന്ന് വരച്ചു നോക്കിയാലോ? ചിത്രം വരയ്ക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ നമുക്ക് ഇവിടെ അയൺ ബാങ്കിളും കോപ്പറും എടുത്തു വെക്കാം.
ഇനി ഇവിടെ കൂടെ കറണ്ട് കടത്തി വിടുന്നതിന് വേണ്ടി ഇവരെ നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ലെ. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാർജ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ എങ്ങനെയാ സെല്ലിനെ സൂചിപ്പിക്കുക? വലിയ വര, ചെറിയ വര അല്ലെ. ചെറിയ വര നെഗറ്റീവ് സൈഡാണ്, വലിയ വര പോസിറ്റീവ് സൈഡാണ്. സോ ബാറ്ററിയുടെ സെല്ലിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് വേണം ഇരുമ്പ് വളയെ ഘടിപ്പിക്കാൻ. അതായത് ഏത് മെറ്റലിനെയാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഏത് ലോഹത്തെയാണോ വൈദ്യുത ലേപനം ചെയ്യേണ്ടത് ആ ലോഹത്തെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഇരുമ്പ് വളനെയാണ് വൈദ്യുത ലേപനം ചെയ്യേണ്ടത് അല്ലെ. സോ അയൺ ബാങ്കിളിനെ ബാറ്ററിയുടെ ചെറിയ വര അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഏത് മെറ്റൽ കൊണ്ടാണോ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് ആ മെറ്റലിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ കോപ്പർ കൊണ്ടാണ് നമ്മൾ വൈദ്യുത ലേപനം നടത്തുന്നത് അല്ലെ. സോ കോപ്പറിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ വലിയ വരയിലേക്ക് കണക്ട് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചിലപ്പോൾ വരയ്ക്കാനൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഒരു ചാർജ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ലേബൽ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ അയൺ ബാങ്കിൾ അല്ലെ. ഇവനാണ് നമ്മുടെ ഇരുമ്പ് വള, ഇവനാണ് നമ്മുടെ കോപ്പർ പ്ലേറ്റ്, നമ്മുടെ കോപ്പർ തകിട് ഇവനാണ്. ഇനി ഇത്രയും മതിയോ? ബീക്കർ വേണ്ടേ? ബീക്കർ എടുക്കാം. ബീക്കറിൽ ആര് വേണം? ബീക്കറിൽ ലായനി വേണം അല്ലെ. സൊല്യൂഷൻ വേണം. ലായനി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കൂ. ഇവിടെ ഏത് ലായനി എടുക്കണം? അയൺ ബാങ്കിളിന്റെ മേലെ കോപ്പർ ആണ് പ്ലേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ കോപ്പറിന്റെ പ്രസൻസ് ഉള്ള സൊല്യൂഷൻ, അതായത് കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഇരുമ്പ് വളയുടെ മേലെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ ഏത് മിശ്രിതമാണ് എടുക്കേണ്ടത് എന്ന് താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലെ എക്സാമിന് വരാൻ 100% സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഒന്നിച്ച് പഠിച്ച നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം സെറ്റ് ആക്കണം. ഓൾ ദി ബെസ്റ്റ്.